കേരള പോലീസ് അക്കാദമിയിൽ വൻ മോഷണം. അക്കാദമി ക്യാമ്പസുകളിലെ ലക്ഷങ്ങൾ വില വരുന്ന 2 ചന്ദനമരങ്ങൾ മോഷ്ടിച്ചു കടന്നു. 30 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങളുടെ ഭാഗങ്ങളാണ് മുറിച്ചു കടത്തിയത്. സംഭവത്തിൽ വിയ്യൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം. അതുകൊണ്ടാ സോമനാഥ ഞാൻ ചരക്ക് മുഴുവൻ കൊണ്ടുവന്ന് നിങ്ങളുടെ ഗോഡൌണിലേക്ക് ഇട്ടത്. ചെന്നൈയിലെത്തിക്കാൻ ഇത്തിരി സമയം എന്താ ഇവിടെ ഭദ്രമായിരിക്കില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? സോമനാഥ മാമനെ വിശ്വാസമില്ല. പോലീസ് അക്കാദമി ക്യാമ്പസിലെ 2 ചന്ദനമരങ്ങളാണ് കൊണ്ടുവന്നത്. 30 വർഷം പഴക്കമുള്ള ചന്ദനമരങ്ങളുടെ ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ക്യാമ്പസിൽ പല മേഖലകളിലും CCTV-കളില്ല. ഏതുവഴിയാണ് ചന്ദനമരങ്ങൾ കടത്തിയതെന്നോ എന്നാണ് കടത്തിയതെന്നോ കൃത്യമായ വിവരമില്ല. നാട്ടുകാരാണ് മരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റിയതിൽ സംശയം തോന്നി അക്കാദമി അധികൃതരെ അറിയിച്ചത്. തുടർന്ന് പരിശോധന നടത്തുകയായിരുന്നു. സംഭവത്തിൽ അക്കാദമി എസ്റ്റേറ്റ് ഓഫീസറുടെ പരാതിയിൽ വിയ്യൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മോഷണത്തിന് പിന്നാലെ കർശന ജാഗ്രത വേണമെന്ന് നിർദ്ദേശിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ഡിവൈഎസ്പി സർക്കുലർ ഇറക്കി. രാജവൃക്ഷങ്ങളേറെയുള്ള അക്കാദമിയിൽ കനത്ത കാവൽ വേണമെന്നും രാത്രികാലങ്ങളിൽ പ്രത്യേക പട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നും പ്രത്യേക സർക്കുലറിൽ പറയുന്നു. കർശന സുരക്ഷാ സംവിധാനങ്ങളുള്ള പോലീസ് അക്കാദമി ക്യാമ്പസിലെ മോഷണം ഏറെ അമ്പരപ്പിക്കുന്നതാണ്. ഈ ചികിത്സയും കൊണ്ട് ഇപ്പോൾ ആള് എന്താവും എന്നറിയില്ല. എന്തായാലും നമ്മളിപ്പോൾ ആരായാലും ജനിച്ച ഒരു ദിവസം മരിക്കണം. പക്ഷെ അതെങ്ങനെയുള്ള മരണമാവും എന്നുള്ള ഈ ജനങ്ങളെ സേവിക്കാതിരിക്കുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇവിടെ ചെയ്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മോ. അപ്പോൾ അവൾ ചെയ്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതോ ടാങ്കറിൻ്റെ ടയർ പൊട്ടിയതാണ്. നീയൊക്കെ ഭൂമിക്ക് ഭാരമാണ്. അങ്ങനെ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു എന്താ പറയുക വെറുപ്പിസ്റ്റായിട്ടുള്ള കമൻറ്റുകളാണ് നമ്മൾ കാണാറ്. പിന്നെ അതേപോലെ തന്നെ ഒരു സ്ത്രീ എനിക്ക് ഭയങ്കര പനിയാണ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ മോലൂഷേ നീ പിന്നെ ചുക്ക് കാപ്പി കുടിക്ക്, ഇല്ലെങ്കിൽ നീ തുളസി ഇട്ട വെള്ളം ചൂടായിട്ട് കുടിക്ക്, നീ കുളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഭയങ്കര മോട്ടിവേഷൻ ആവും. അപ്പോൾ അവൾക്ക് പിന്നെ ഡോക്ടറേറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ആ രീതിയിലൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ പുരുഷന്മാരാവുക. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതേ നമ്മുടെ സ്വന്തം നെല്ലിപ്പുഴ പാലത്തിൻ്റെ ഇപ്പുറത്താണ്. അപ്പോൾ പറയാനുള്ളതേ 3 കാര്യങ്ങൾ പറയാൻ വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളായ ഇന്ന കുറ്റം പറയരുത്. കാരണം ഇപ്പോൾ ഇത് കേരള ആയതുകൊണ്ട് നമുക്ക് പിന്നെ തുടങ്ങിയാൽ പിന്നെ നിർത്താനേ കഴിയില്ല. പിന്നെ ഞാൻ ശരിയാണ് നിങ്ങൾ തെറ്റാണ് എന്നല്ല കേട്ടോ പറഞ്ഞത്. നമ്മളെല്ലാവരും ഒരേ രീതിയിൽ തന്നെ, പക്ഷെ ആരും മനസ്സിലാക്കില്ല എന്ന് മാത്രം. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയാം, 2026 ഭൂലോക ഒരു പൊട്ടനെ ഇന്നലത്തെ ഒരു വാർത്തയിൽ കണ്ടു. കാരണം കാമുകിയെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കാർ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ട് അതിന്ന് എന്താ പറയുക അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തുന്ന ഒരു സീന് ഇന്നലെ കണ്ടു. അപ്പോൾ അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷിച്ചപ്പോൾ അത് സംശയാസ്പദമായിട്ടുള്ള ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ആ കാമുകനെ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ അവിടെ എന്താ പറയുക അപ്രതീക്ഷിതമായിട്ട് ദൈവദൂതനെ പോലെ വന്നു. അപ്പോൾ അത് കാമുകിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനും സംശയം തോന്നി. അപ്പോൾ ഫോണ് കാമുകൻ്റെ സുഹൃത്തിൻ്റെ ഫോണൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ പോലീസിന് ഇത് ആക്സിഡൻ്റ് ആയിട്ടാണ് തോന്നിയത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കാമുകിയെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ ഞാനൊരു കാര്യം പെട്ടപ്പോൾ നിരവധി സ്ത്രീകൾ, അതായത് വിവാഹം കഴിക്കാതെ പ്രണയം ഒറിജിനലുണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു സ്ത്രീക്ക് 5-6 പുരുഷന്മാരുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും അവർക്ക് വലിയ ത്രില്ലിംഗ് അല്ല, അതൊക്കെ അവർക്ക് ടൈം പാസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ തെറ്റും ഞാൻ ശരിയെന്നല്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ സ്ത്രീകളെ നമുക്ക് പൊതുവെ എന്താ പറയുക ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ ആക്സിഡൻറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മുടെ സിമ്പതിക്ക് വേണ്ടിയിട്ടൊന്നും അവർ വീടില്ല. അവർക്ക് അവരുടേതായ ഒരു എന്താ പറയുക സ്വീകാര്യത ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ദൈവം തമ്പുരാനെ ഒരിക്കലും അവർക്ക് ശരിക്കും ഒറിജിനലായിട്ടുള്ളൊരു തലച്ചോറ് കൊടുത്തിട്ടില്ല എന്നാണ്. അതാണ് ഇതിന് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം അവർ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ്. കാരണം കൂടുതലും വിവാഹം കഴിച്ച ആൾക്കാരായാലും വിവാഹം കഴിക്കാത്ത ആൾക്കാരായാലും പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ട് ഇംപ്രസ് ചെയ്യിപ്പിച്ചിട്ട് വീട്ടുകാർ നല്ലൊരു പയ്യനാണ്, അവന് ആപത്ത് കണ്ടാൽ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു.
അത് ഞാൻ കുറേ കണ്ട് ചിരിച്ചു. കാരണം ഞാനിപ്പോൾ റോഡിലൂടെ, അത് നമ്മളൊക്കെ റോഡിലൂടെ ഇപ്പോൾ വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ്, പിന്നെ നടന്നു പോകുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്കൊന്നും തോന്നാത്തൊരു ബുദ്ധി പൊട്ടന് തോന്നി എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുക, അവനൊക്കെ ഏത് കോത്താഴത്ത് എന്താ പറയുക, അവനെ പറയാനില്ല, അവനെ തല്ലാനും പറ്റില്ലല്ലോ. അതാണ് ഇപ്പോൾ ആകെ ഉള്ളൊരു ഇത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു KSRTC ബസ്സിൽ ഒരു പെണ്ണ് ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവള് ചെയ്ത പരിപാടി, പിന്നെ ഫോണ് തുറന്ന് പിടിച്ചിട്ട് പിന്നെ ഒരാൾ ഏതോ ഒരു വയസ്സായ ആളാ തോന്നുന്നുണ്ട്, മുഖം ബ്ലറാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇവള് ചെയ്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവൾ ചെയ്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതോ ടാങ്കറിൻ്റെ ടയർ പൊട്ടി തോന്നുന്നു. അപ്പോൾ അത് ടയർ പൊട്ടിക്കന്നെ, അത് ഞാൻ കാണിച്ചു തരുന്നില്ല. അപ്പോൾ പിന്നെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഉണ്ടാക്കാൻ, ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് ഒരു പാവം പിടിച്ച ഒരാളെ തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അയാൾക്കൊന്നും വികാരത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ കാണുന്ന സമയത്തൊന്നും ആ വികാരത്തിൻ്റെ രീതിയിലൊന്നുമില്ല. അപ്പോൾ മുടിയൊക്കെ മുന്നിക്കിട്ടിട്ടാണ് ആ പെണ്ണിരിക്കുന്നത്. അപ്പോൾ ഇവള് കണ്ണുകൊണ്ട് ഇങ്ങനെ കാട്ടുന്നുണ്ട്, ഇയാൾ എന്നെ വല്ലാതെ എന്താ പറയുക ശല്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു രീതിയിൽ കണ്ണുകൾ കൊണ്ടുള്ളൊരു മുഖത്ത് മാസ്കൊക്കെ ഇട്ടിട്ട് വല്ല ശരിക്കും എന്താ പറയുക, ഒരു കണ്ടാൽ തന്നെ ഒരു കാട്ടറബിയുടെ ലുക്കുണ്ട്. അത് ശരിക്കും അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു പെണ്ണ്, അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ചയാണ്. ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അത് സ്ത്രീകൾ തന്നെയാണ് കൂടുതലും പറഞ്ഞത്. കാരണം ഞങ്ങൾക്കുണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഞങ്ങൾക്കുണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട്. അപ്പോൾ നീ ഇത് കാണിച്ചത് വല്ലാത്തൊരു തന്തയില്ലാത്ത പരിപാടിയായിപ്പോയി. ഞാനും അതന്നെ പറയുള്ളൂ, തന്തയില്ലാത്ത പരിപാടി തന്നെ ആ പെണ്ണ് ചെയ്തത്. കാരണം ഇതിനേക്കാൾ നല്ലത് തുണി പൊക്കി കാണിച്ചു കൊടുക്കുന്നത് നല്ലത്. കാരണം ഏതോ ഒരാൾ നമ്മളൊക്കെ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എൻ്റെ വാഹനത്തിലും ആ വരുന്ന വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്കിപ്പോൾ വികാരത്തിൻ്റെ രീതിയിൽ അവർക്കിപ്പോൾ ഒരിക്കലും എന്താ പറയുക, നിൽക്കാനോ കാണാനോ അല്ലെങ്കിൽ കേൾക്കാനോ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ അതിനോട് യോജിച്ചു പോകാനോ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന ഒരു കോപ്രായങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് കോപ്രായങ്ങൾ കാണാനായിട്ട് കുറേ ആളുകളുണ്ട് കേട്ടോ. അതിപ്പോൾ ഏത് ആളുകളെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ നെഗറ്റീവിൻ്റെ ഒരു സാധ്യത, നെഗറ്റീവായിട്ടുള്ള ഇത് കാഴ്ചകൾ വേറെ എന്തൊക്കെ കാണാണ്ട് നമ്മുടെ ലോകത്ത്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ, ഫേസ്ബുക്കിൽ തന്നെ, യൂട്യൂബിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാറുണ്ട്. അതൊന്നും കാണാതെ ഈ കൂതറ സാധനങ്ങൾ വന്നിട്ട് ഇപ്പോൾ കാട്ടിക്കൂട്ടലിനൊക്കെ ഇവർ ലൈക്കും അതേപോലെ കമൻറ്റും ഷെയറും ഒക്കെ ഇവർ കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പുരുഷന് വന്നിട്ട് എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഈ പുരുഷന്മാർ തന്നെ കൊടുക്കണം, നീയൊക്കെ ചാവിട് നല്ലാടെന്നാണ് പറയുക, നീയൊക്കെ ഭൂമിക്ക് ഭാരമാണ്. അങ്ങനെ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു എന്താ പറയുക വെറുപ്പിസ്റ്റായിട്ടുള്ള കമൻറ്റുകളാണ് നമ്മൾ കാണാറ്. പിന്നെ അതേപോലെ തന്നെ ഒരു സ്ത്രീ എനിക്ക് ഭയങ്കര പനിയാണ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ മോലൂഷേ നീ പിന്നെ ചുക്ക് കാപ്പി കുടിക്ക്, ഇല്ലെങ്കിൽ നീ തുളസി ഇട്ട വെള്ളം ചൂടായിട്ട് കുടിക്ക്, നീ കുളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഭയങ്കര മോട്ടിവേഷനാവും. അപ്പോൾ അവൾക്ക് പിന്നെ ഡോക്ടറേറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ആ രീതിയിലൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ പുരുഷന്മാരുടെ അവസ്ഥ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമൻറ്റോ ഇല്ലെങ്കിൽ ഈ ഒരു ഷെയറോ ചെയ്ത് കഴിഞ്ഞാൽ ആ പെണ്ണിന് ഒരു ഇമ്പ്രഷൻ തോന്നും എന്നുള്ള രീതിയിലായിരിക്കും കേട്ടോ. എന്തോ എനിക്കറിയില്ല. നമ്മൾ പിന്നെ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ആവശ്യമില്ലാത്ത കമൻറ്റിലൊന്നും പോസ്റ്റിലൊന്നും കമൻറ്റ് ഇടാൻ പോകില്ല. കാരണം ഇപ്പോൾ നമ്മളൊക്കെ വെറുതെ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കൂട്ടാക്രമണമാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായ രീതി, നമ്മുടേതായ പിന്നെ ഇത് മതിയെന്ന്. അതിപ്പോൾ വലിയ ഇതായിട്ടൊന്നും ഒരു കാര്യമില്ല. ഉള്ളത് ഓണം പോലെ അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ വേറെ ഒന്നും അതിലിപ്പോൾ വേറെ ഒരു കാര്യമല്ല. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ 2026 പിന്നെ എറണാകുളത്ത് വെച്ചിട്ട് 37 കിലോ ഹൈ ബ്രിഡ്ജാണോ എനിക്കറിയില്ല കേട്ടോ, 37 കിലോ ഹൈ ബ്രിഡ്ജ് കഞ്ചാവ് പിടിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ കോഴിക്കോട് വെച്ചിട്ടും അതേ സംഭവം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ, ലോകത്തിൽ തന്നെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ്, ലഹരി വിൽപ്പന നടക്കുന്നത്, അല്ലെ ലഹരി ഉപയോഗം നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണെന്നാണ് പറഞ്ഞത്. 2017 വെച്ചിട്ടുള്ളൊരു സംഭവമാണ് പറഞ്ഞത്. അപ്പോൾ 2017-18 കാലഘട്ടത്തിൽ തുടങ്ങിയിട്ട് ഈ സമയം വരെയായിട്ടും ഭയങ്കര എന്താ പറയുക
ഡ്രഗ്സിൻ്റെ എന്താ പറയുക ഒരു കൊള്ള സങ്കേതമാണ് എന്നാണ് പറയുന്നത്. അത് സർവേ വന്നിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ആരാണ് എന്താ പറയുക നടത്തുന്നത്, അതായത് ആരാണ് നടത്തിക്കൊണ്ടുപോകുന്നത്, അല്ല ഇതാരാണ് ചുക്കാൻ പിടിക്കുന്നതെന്ന് ഒരു അറിവും നമുക്ക് കിട്ടിയിട്ടില്ല. അറിയുന്ന ആൾക്കാർ പോലും അതിനെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അത് നിർത്തലാക്കാനുള്ള പരിപാടിക്കോ ഇവരൊന്നും ചെയ്യണില്ല. എന്താണ് ഇങ്ങനെ ഈ കേരളത്തിൻ്റെ ഗതി? പിന്നെ വേറൊന്ന് പറയണത് അത് വലിയൊരു ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ പിന്നെ നമ്മുടെ ഈ HIV എയ്ഡ്സ് ബാധിതരായിട്ടുള്ള ആളുകളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. വർദ്ധിച്ചുകൊണ്ട് വരിക എന്ന് പറയുമ്പോൾ 14 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയാണ് അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ കിട്ടുമെന്ന് പറയുന്നത്. കാരണം തിരുവനന്തപുരം ഒന്നാമത് പാലക്കാടാണെന്ന് പറയുന്നത്, രണ്ടാമത് തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞത്. കണക്കൊന്നും നോക്കണ്ട, ഏകദേശം കൂടിയണോ. ഇനിയിപ്പോൾ അതിൽ നമുക്ക് മാറാനും മാറ്റാനും പറ്റില്ല. അപ്പോൾ ഈ പാലക്കാട് എന്താണ് ഇത്ര കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പാലക്കാടിനെ സംബന്ധിച്ചിട്ട് മുഴുവൻ കാടും പൊന്തകളും എന്താ പറയുക ഒക്കെ ഉള്ള സ്ഥലമാണ്. അതായത് മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. അപ്പോൾ പിന്നെ ഇവർക്ക് ചെറിയൊരു പൊന്തക്കാട് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇവരെ കാര്യം നടക്കും, അല്ലെങ്കിൽ കാര്യം സാധിപ്പിക്കാം. പിന്നെ അതേപോലെ തന്നെ ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ ഉദാഹരണം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിലൊന്ന് പോയാൽ മതി. കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ പിൻഭാഗത്തോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൽ ആ ഷട്ടർ ഉള്ള സ്ഥലത്തൊന്ന് പോയാൽ മതി. അവിടെ ഇഷ്ടംപോലെ എന്താ പറയുക ഒഴിവാക്കിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിപ്പോൾ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ ആകുമ്പോൾ നമ്മുടെ പാലക്കാട് കുറച്ച് അധികമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും അധികാരികൾ നോക്കേണ്ടത്. അധികാരികളെ തന്നെ നോക്കാൻ സമയമില്ല. കാരണം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കടിച്ച് കീറിയും കൊണ്ടാണ്. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊന്നും ജനങ്ങളുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് കുറവ്, എന്തൊക്കെയാണ് കൂടുതൽ, ഏത് രീതിയിലാണ് ജനങ്ങൾക്ക് ആവശ്യം എന്നുള്ളതൊന്നും ഈ അധികാരികൾക്ക് കാണാനും നോക്കാനും പറ്റുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരൊറ്റ പ്രശ്നം ഇതൊക്കെ ഈ ലഹരിയിലേക്ക് കടക്കാനുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയുടെ പ്രശ്നമാണ്. നമ്മുടെ കേരളത്തിൽ സ്വന്തമായിട്ട് ബിസിനസ്, സ്വന്തമായിട്ടൊരു ജോലിയുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ? ഒരു വ്യക്തി ഇന്നില്ല. അപ്പോൾ കാരണം കൂടുതലും നമ്മൾ കോൺട്രാക്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പണിക്ക് ഏൽപ്പിക്കുന്നത് ബംഗാളികളെയാണ്. അവർക്ക് അറിയുന്ന മാതിരി അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ കോൺട്രാക്ടർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള പണി മാത്രമാണ് അവർ എടുക്കാറ്. അപ്പോൾ മലയാളിക്ക് ഇവിടെ പ്രധാനമായിട്ടും ജോലി എന്നില്ല. ഒക്കെ ഒരു ദിവസം ഉണ്ടെങ്കിൽ 4 ദിവസം ഉണ്ടാവില്ല. 4 ദിവസം പണി കിട്ടിയാൽ പിന്നെ 10 ദിവസം ഉണ്ടാവില്ല. പിന്നെ 10 ദിവസം ലീവാകും. പിന്നെ 10 ദിവസം പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഇവർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ടെൻഷനാവും. ആകസ്മികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത്. അപ്പോൾ ടെൻഷനായി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമുക്ക് പിന്നെ കുറച്ച് സമാധാനം മനസ്സ് അനുവദിക്കുന്ന കാര്യം കുറച്ച് ലഹരി ആവാം, അത് മദ്യമാവാം, ചിലപ്പോൾ മയക്കുമരുന്നാവാം, ഇല്ലെങ്കിൽ ഇനി കഞ്ചാവാകാം, ഇല്ലെങ്കിൽ MDMA ആകാം. അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ട് ഇവർ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കടന്നുറങ്ങാന്നുള്ള രീതിയിലാണ്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ പൈസ നമ്മൾ കടം വാങ്ങിയിട്ടാവും നമ്മളത് വാങ്ങുക. അപ്പോൾ ഇവർക്ക് ആ വാങ്ങിയ പൈസയും കൊടുക്കണം, പണിക്ക് പോയിട്ട് പിന്നെ വീട്ടിൽ കൊടുക്കേണ്ട പൈസയും കൊടുക്കണം, പിന്നെ അതേപോലത്തെ അവനവനുള്ള ചിലവും കൂടി പൈസ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആയാൽ നമ്മുടെ കേരളം എങ്ങനെ പോവും? എങ്ങനെയും പോവില്ല. ഇതിനേക്കാൾ മോശമായിട്ടാവും ഇനി പോവുക. അതിൽ യാതൊരു തർക്കം ഉണ്ടാവില്ല. അപ്പോൾ പരസ്പരം പിന്നെ ആദ്യമൊക്കെ നമ്മൾ സ്നേഹത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ തല്ലുകൂടിയിരുന്നത്. അതായത് സ്നേഹത്തിനും ബഹുമാനത്തിനും നമ്മൾ വിട്ടുകൊടുക്കലിനൊക്കെയാണ് നമ്മൾ പരസ്പരം അടികൂടിയിരുന്നത്. ഇനി അങ്ങനെ ആവില്ല. ഇനി മയക്കുമരുന്നിനും അതേപോലെ പെണ്ണിനും അല്ലെങ്കിൽ മണ്ണിനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇനി അടികൂടുക. അതിപ്പോൾ ഏകദേശം 5 വർഷം 10 വർഷം ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഏകദേശം ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അധികാരികൾ എന്നല്ല ആരെടുത്ത് പറഞ്ഞിട്ടും ഒരു പ്രയോജനമില്ല. അത് മനസ്സിലാക്കില്ല, അത് അവർ അറിയാൻ ശ്രമിക്കില്ല. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകതകൾ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന പോലെ ഇവിടെ നിയമം എന്ന് പറഞ്ഞൊരു സംവിധാനമല്ല. അതായത് പിന്നെ എന്താ പറയുക കപ്പൽ എപ്പോഴും കപ്പൽ മുങ്ങിയെന്ന് മാത്രമല്ല, അത് കപ്പിത്താനൊക്കെ എവിടെയൊക്കെ പോയിടും അതൊക്കെ നിങ്ങൾക്ക് അറിയാം. കപ്പിത്താൻ്റെ കാര്യമൊന്നും ഇനി പറയാതിരിക്കാന്നില്ല. അപ്പോൾ ഏതോ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളൊരു ചന്ദനമരം മോഷ്ടിക്കപ്പെട്ടു എന്നറിയാം. അപ്പോൾ നമ്മൾ പുഷ്പ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടാവും അല്ലു അർജുൻ്റെ. ആ സിനിമയിൽ എന്തായിരുന്നു ചന്ദന കച്ചവടം ചെയ്യുന്ന, അതായത് ചന്ദന കടത്ത് ഉള്ള ഒരാളായിട്ടാണ് നമ്മൾ പുഷ്പ എന്ന് പറഞ്ഞ സിനിമ അല്ലു അർജുൻ്റെ ഒരു കഥാപാത്രമായിട്ട് കണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പുഷ്പ ആയോ എന്നാണ് എനിക്കറിയാത്തത്. കാരണം ഇനിയിപ്പോൾ ഇതിപ്പോൾ
പോലീസ് സ്റ്റേഷനിൽ, കാരണം അത്രയും സെക്യൂറായിട്ട് അത്രയും ക്യാമറകളും പുറകുവശത്തും പിൻവശത്തും അവിടെ റൂമിലും എല്ലാത്തിലും ക്യാമറകളുള്ള ഒരു സെറ്റപ്പും കൂടിയാണ് ഈ പോലീസ് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നിന്നൊക്കെ ഈ ചന്ദനമരം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല മോഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണപ്പോൾ ഇത് അല്ല അറിയാൻ ചോദിക്കുക. വെള്ളരിക്ക പട്ടണം എന്നും കൂടി ഇപ്പോൾ പറയാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറമുള്ളൊരു പട്ടണമായി കഴിഞ്ഞോ അല്ലെങ്കിൽ നാടായി കഴിഞ്ഞോ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ശരിക്കും നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ എന്ത് കണ്ടിട്ടാണ് നമ്മളിപ്പോൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുക? അല്ല ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും വെറുതെ ഇനിയിപ്പോൾ ബസ്സിലാണെങ്കിലും ഇല്ല നഗരത്തിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ വല്ല ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കിഡ്നിയോ ലിവറോ ഒന്നും ഉണ്ടാവില്ല. പൊതുവേ മലയാളികൾക്ക് ഇതൊന്നും ഇല്ല. കാരണം അതൊക്കെ കുടിച്ച് മൊത്തത്തിൽ പോയിനു. കുടിക്കാത്തവരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറഞ്ഞത്. എല്ലാവരും ഇപ്പോൾ നമ്മൾ അടച്ച് ആക്ഷേപിക്കുകയല്ല. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും തമാശയായിട്ടല്ല തോന്നുന്നുണ്ട് നമുക്കൊക്കെ. കുറച്ചൊക്കെ നമ്മളൊക്കെ ഒന്ന് എന്താ പറയുക, കുറേ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടടുത്ത് നമ്മൾ പറയണം. അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞോണ്ടോ നിങ്ങൾ പറഞ്ഞോണ്ടല്ലോ, പക്ഷെ പൊതുസമൂഹത്തിലെ ആളുകൾക്കിപ്പോൾ എന്താ പറയുക നാവില്ല. പണ്ട് വീട്ടുകാർ പറയായിരുന്നു അണക്ക് നാവിന് എല്ലില്ല എന്ന്. ഇപ്പോൾ ശരിക്കും നാവിനാണ് എല്ല് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് പൊതുസമൂഹത്തിൽ എന്തൊക്കെ പറയാണ്ട്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അധികാരികളോട് അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിനോട് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് എന്നൊന്നും പൊതുസമൂഹത്തിലെ ജനങ്ങൾക്ക് അറിയാതായി എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മൾ റോഡിൻ്റെ കാര്യം തന്നെ അവസാനം പറയാം. ഒരു സീബ്ര ലൈനിൽ നമ്മൾ ക്രോസ് ചെയ്യുന്ന ആൾക്കാരെ പോലും വക വയ്ക്കാതെ അവർ പോയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല. എന്നിട്ട് നമ്മൾ കാണാം അവർ പോണതിൻ്റെ മുന്നേ നമ്മൾ പോണത്. അപ്പോൾ അതൊക്കെ വലിയ ഒരു എന്താ പറയുക ഒരു തെറ്റ് തന്നെയാണത്. കാരണം റോഡിലെ ഏറ്റവും വലിയൊരു മര്യാദ എന്ന് പറഞ്ഞാൽ നമ്മൾ സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ടതാണ് ഏറ്റവും വലിയ പരിഗണന. അതുപോലും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ഡ്രൈവറോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ഡ്രൈവിങ് ചെയ്തിട്ട് എന്താണ് പ്രയോജനം? വേഗത്തിൽ പോകേണ്ടവർക്ക് വേഗത്തിൽ പോവാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കുറച്ചൊക്കെ റോഡിലെ മര്യാദകൾ പാലിച്ചിട്ട് വേണം പോവാൻ. അത് ഞാനിപ്പോൾ ഈ റോഡിൻ്റെ ഒരു വക്കത്തിരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് വലിയൊരു എന്താ പറയുക പുച്ഛായി തോന്നും. തോന്നുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. 2 തരം 3 തരം 5 തരം ആൾക്കാരുണ്ട്. ഇപ്പോൾ ആദ്യം 2 തരമായിരുന്നു, ഇപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ വലിയൊരു എന്താ പറയുക പ്രതിസന്ധി തന്നെ ആവും. ഇനിയിപ്പോൾ വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒക്കെ നമ്മൾ കരുതുന്ന പോലെയല്ല ഒരു കേരളമല്ല ഇപ്പോൾ ആരൊക്കെയോ നമ്മുടെ വലിച്ചടിച്ച് കൊണ്ടുപോവാണ്, ഏതൊക്കെ കുഴിയിലേക്ക് വലിച്ചടിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പുറത്തുള്ള ഇപ്പോൾ അധികാരികളുടെ അടുത്ത് നമ്മൾ പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ അധികാരികളുടെ അടുത്ത് നമ്മൾ പരാതി കൊടുത്തിട്ട് അവരത് നോക്കുക പോലും ചെയ്യില്ല. കാരണം അവർ തന്നെയാണ് ഇതൊക്കെ ചെയ്യണതും ചെയ്യിപ്പിക്കണതൊക്കെ. അല്ലാതെ ഇപ്പോൾ പുറത്തുനിന്ന് വല്ല ആൾക്കാരും ചെയ്യുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ കേരളത്തിലെ ആൾക്കാർ തന്നെയാണത്. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ തന്നെ അത് ചെയ്യേണ്ടതാണ്. കാരണം ഇപ്പോൾ ഞാൻ പറയട്ടെ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഓരോ രീതിയിൽ ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കേരളം മാത്രം ഇപ്പോഴും ഇതേപോലെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാത്ത, ഒരു മാറ്റം ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? അതാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ഞാനെന്നല്ല നിങ്ങളും ചിന്തിക്കണല്ലോ. അല്ല അപ്പോൾ ഞാൻ മാത്രം ചിന്തിച്ചുകൊണ്ട് എന്താ പ്രയോജനം? കാരണം പിന്നെ നമുക്ക് വിദേശ രാജ്യങ്ങളിലെ കാര്യം പറയുമ്പോൾ കൂടുതലും മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിലാണ്. അപ്പോൾ അവിടുത്തേക്ക് ഓരോ വികസനങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മടുക്കാത്തൊരു രാജ്യം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നാട് എന്ന് പറഞ്ഞത് ദുബായിയാണ്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ പുതിയ എന്താ പറയുക ഓരോ മാറ്റങ്ങളാണ് അവിടെ കൊണ്ടുവരുന്നത്. ഓരോ ദിവസത്തിലും നമ്മളിപ്പോൾ ഞാൻ പോയിട്ടില്ല, നിങ്ങൾ പോയ ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് അനുഭവങ്ങൾ പറയണം. ദുബായിലെ അല്ലെങ്കിൽ അവിടുത്തെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു അനുഭവം പറയണം. കാരണം എനിക്കിത് കാണാനുള്ള ഭാഗ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇതേപോലെ എപ്പോഴും കാളവണ്ടിയിലാണ് സഞ്ചരിക്കുന്നത്. എന്നിട്ട് ഇവിടെ പെട്രോളിന് വില കൂട്ടുമ്പോൾ ഇവർ കാളവണ്ടി എടുക്കും, അല്ലെങ്കിൽ സൈക്കിൾ എടുക്കും, അല്ലെങ്കിൽ കഴുതപ്പുറത്ത് കയറും. ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കുകയാണ്. ഇവർക്കറിയില്ലേ ഇപ്പോൾ രാജ്യത്ത് എണ്ണ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമാണ് എണ്ണയ്ക്ക് ഏറ്റവും വില കൂടുതൽ. എന്തുകൊണ്ട് നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ അതിൻ്റേതായ രീതിയിലുള്ള വില കമ്മിയുണ്ട്, ടാക്സ് കമ്മിയുണ്ട്, എല്ലാ നികുതി കമ്മിയുണ്ട്, എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഉള്ളതൊക്കെ ഗവൺമെൻറ്റിനാണ്.
ഇവിടെ ഉള്ളതൊക്കെ ഗവൺമെന്റ് മാത്രമാണ് ജനങ്ങളെ നിന്ന് കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, നികുതിയുടെ കാര്യത്തിൽ തന്നെ ഇരട്ടി ട്രിപ്പിളാണ് നികുതി കൂട്ടിയത്. വെള്ളത്തിൻ്റെ ആയാലും കറണ്ട് ബില്ലായാലും ഇപ്പോൾ വോട്ട് ചെയ്യാത്തതിന് മണിയാശാൻ പറഞ്ഞില്ല നന്ദിയില്ലാത്ത നായക്കൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലാന്ന്. അപ്പോൾ നന്ദിയില്ലാത്തതെന്ന് പറയുമ്പോൾ നന്ദിയില്ലാത്തത് ചെയ്യുമ്പോൾ ജനങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുക? അത് ജനങ്ങൾ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ചെയ്താണെന്ന് ഈ മണിയാശാൻ അറിയില്ലല്ലോ. അതിന് പകരമായിട്ട് എന്ത് ചെയ്തെന്ന് പറയുമോ, കറണ്ട് ബില്ല് കൂട്ടിയിരുന്നു. ഇതൊന്നും ജനങ്ങൾ അറിയില്ലേ? എന്നിട്ട് നമ്മൾ സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സഹിക്കേണ്ട കാര്യം എന്താണ്? ഇതിപ്പോൾ ഈ അമ്മായിമ്മ പോരൊന്നുമല്ലല്ലോ നടക്കണത്, ഈ ജനങ്ങളുടെ ഇടയിൽ തന്നെയല്ലേ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ കുറേ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ആ സഹി കെട്ടി കഴിഞ്ഞാൽ ജനങ്ങൾ ഇറങ്ങനെ വേണം. അല്ലാതെ നമ്മളിപ്പോൾ ഒരാളിപ്പോൾ എത്ര നേരം നമ്മൾ അടിക്കും, നമ്മൾ ഒരു 2-3 അടി നമ്മൾ കൊള്ളും, അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അവർ ഇല്ലാതെയൊക്കെയല്ലേ ചെയ്യുക. അപ്പോൾ നമ്മളെ ഇല്ലാതാക്കിയാലും നമ്മുടെ പിന്നിൽ വേറെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ഞാനോ നിങ്ങളോ മാത്രമല്ല ഇനി ഈ കേരളത്തിലേക്ക് ജനിച്ചു വീഴാനും അല്ലെങ്കിൽ മരിച്ചു പോകാനുള്ളത്. അവർ നമ്മുടെ തലമുറ ആയിട്ടുള്ള ആൾക്കാർ വരും. പക്ഷേ ഞാൻ വേറൊന്ന് പറയാം, ഇനിയുള്ള തലമുറ വരാൻ പോണത് ഇപ്പോൾ ഇതിപ്പോൾ 2026 അപ്പോൾ ഈ തലമുറയ്ക്ക് എന്താണ് ക്ഷമ എന്നൊന്നും അറിയാനുള്ള സഹനശക്തി, അതേപോലെ തന്നെ അവരത് കണ്ടിട്ടുമില്ല. നമ്മുടെ മാതാപിതാക്കളൊക്കെ പണ്ട് പിന്നെ പാടത്ത് പോയി കൃഷി ചെയ്ത് ആ നെല്ല് വിളഞ്ഞ് ആ നെല്ല് അത് കതിര് വന്ന് നെല്ലായി അത് വെയിലത്ത് വെച്ച് ഉണക്കി അത് ഉരലിലിട്ടിട്ട് അത് നെല്ല് കുത്തിയിട്ട് കഞ്ഞി കുടിച്ചിന ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ആ ഇതിൽപ്പെട്ടാണ്, എനിക്കൊക്കെ അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ ഒരിക്കലും അത് കണ്ടു പഠിച്ചിട്ടില്ല. കാരണം ഇവർ ജനിച്ചു വീഴുമ്പോൾ തന്നെ ബേബി ഫുഡും അതേപോലെ തന്നെ കുഴിമന്തി അൽഫാമൊക്കെയാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ചിന്തകളും അവർക്ക് അവരുടേതായ എന്താ പറയുക ഓർമ്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞാലും 99% ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ദൈവത്തെക്കുറിച്ചിട്ട് അറിയില്ല. ദൈവത്തിൻ്റെ ആ പ്രസക്തി അവർക്ക് അറിയില്ല. എന്താണെന്ന് അറിയില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ചിട്ട് അറിയാനുള്ള താല്പര്യമില്ല. കാരണം ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ മാറ്റങ്ങളും പുതിയ സംവിധാനങ്ങളൊക്കെ തേടിയുള്ള യാത്രയിലാണ് അവർ. അപ്പോൾ അവരുടേതായ രീതിയിൽ മുടക്കം, അതായത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പണി പറ്റിക്കന്നെ കിട്ടിയതെടുത്ത് പൂസും. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ അധികാരികൾ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളൊക്കെ ഗൾഫ് നാടുകളിൽ അല്ലെങ്കിൽ ഇവിടുന്ന് ചില ആൾക്കാരൊക്കെ അമേരിക്കയിലേക്ക് ഇത്രയും നമ്പർ 1 കേരളത്തിൽ നിന്ന് ആരോഗ്യമേഖല ഭയങ്കര നമ്പർ 1 കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല. അപ്പോൾ ഇവിടുന്ന് ചില ആൾക്കാർ കുട്ടിയും കുടുക്കയൊക്കെ എടുത്തിട്ട് ഇവർ അമേരിക്കയിലേക്ക് ചികിത്സിക്കാൻ പോകുന്നുണ്ട്. അതിന് മാത്രമല്ല എന്ത് അസുഖമാണെന്ന് നമുക്കറിയില്ല. അതും ജനങ്ങളുടെ പൈസ പിരിച്ചിട്ടാണ് ഇവർ പോണത്. അത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും ചികിത്സിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ചികിത്സയും കൊണ്ട് ഇപ്പോൾ ആള് എന്താവും എന്നറിയില്ല. എന്തായാലും നമ്മളിപ്പോൾ ആരായാലും ജനിച്ച ദിവസം മരിക്കണം. പക്ഷെ അതെങ്ങനെയുള്ള മരണമാവും എന്നുള്ള ഈ ജനങ്ങളെ സേവിക്കാതിരിക്കുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നതാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും ഇന്നത്തെ ഇത് കഴിഞ്ഞു. അപ്പോൾ പരമാവധി നമ്മളേതായ രീതിയിൽ നമ്മൾ തന്നെ മാറ്റപ്പെടുത്തണം. അല്ലാതെ അത് മറ്റൊരാളെ നമ്മളത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പരമാവധി നമ്മളെ തന്നെ മനസ്സിലാക്കുക.